ഈ ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹമൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വമാ അകല സബഉ. പന്നി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോഴി ഇന്നലില്ല, ഈ മറ്റേ ഇറച്ചിക്കോഴി. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് തിന്നാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലല്ലേ, ആയിരക്കണക്കിന് ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. അതിന് പട്ടിക തയ്യാറാക്കി നിങ്ങളൊന്നും പറയുങ്ങള്, തിന്നണതും തിന്നണ്ടാത്തതും അതൊന്നും പറയാൻ പറ്റൂല. ഏത് വിജ്ഞാനം ഉൾക്കൊള്ളാം, ഏത് വിജ്ഞാനം ഉൾക്കൊള്ളണ്ട, ഇതേ പറയണ്ടുള്ളൂ. ഇത് പറഞ്ഞാൽ അവന് അറിയാം പിന്നെ ഏതൊക്കെ തിന്നണ്ട ഏതൊക്കെ തിന്നണ്ട കിട്ടും. അതിൽ നിന്ന് അവന് കണ്ടെത്താൻ കഴിയും. ചിലവർക്ക് പഞ്ചസാര പറ്റൂല. അത് എങ്ങനെയാവൻ പഠിച്ചത്? അവന്റെ അറിവാണത്. തന്റെ ശരീരത്തിന് പഞ്ചസാര പറ്റൂല എന്ന് അവന്റെ അറിവാണത്, അല്ലേ? ചിലവർക്ക് ബീഫ് തുടരുത് എന്ന് പറയും ഡോക്ടർമാർ. അതെന്താണ്? ആ അറിവിൽ നിന്നാണത്. അവന്റെ ശരീരത്തിന് അത് പറ്റൂല. അതാണ് അയാളുടെ അതാണ് അറിവാണ് എല്ലാത്തിൻ്റെയും. അത് ഞാൻ പറഞ്ഞല്ലോ, ഹുബ്ബ് തസാമുഹ്, വിട്ടുവീഴ്ച, മനുഷ്യ സ്നേഹം, ഇൽമു മന്തിക്ക്, യുക്തിചിന്ത, ജ്ഞാനം, ഇൻസാനിയത്ത്, മാനവികത. ഇതല്ലാതെ ഒന്നും പറയാനില്ല. ഖുർആൻ ഇത്ര തന്നെയുള്ളൂ. ഇനി പലിശ എണ്ണാൻ പറ്റുമോ? എല്ലാം ബാലൻസിങ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസിങ് തെറ്റിയാൽ അതിന്റെ മീസായ നഷ്ടപ്പെട്ടു. നമ്മുടെ ശരീരത്തിന് എല്ലാം കൃത്യമായ ഇത്രയും കണക്ക് എവിടുന്ന് കിട്ടിയെന്നാ ഞാനങ്ങനെ അതൊരു കുടുംബത്തിന്, ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക്, ഈ പ്രപഞ്ചത്തിനൊക്കെ ഒരു സന്തുലിതമായ കൃത്യമായ വ്യവസ്ഥയുണ്ട്. 250 കൊളസ്ട്രോൾ പാടല്ലെങ്കിരുന്നു. ഈ കണക്ക് എവിടുന്നാ കിട്ടി? കറക്റ്റാണ് ആ കണക്ക്. ഇതിന് കൃത്യമായ അതിന്റെ അളവ് ഭക്ഷണത്തിലോ എവിടെയോ കൂടിയ അതിന്റെ ബാലൻസിങ് തെറ്റി. ഒരു സമൂഹത്തിൽ ഛിദ്രതയും അക്രമവും അനീതിയും ആയാൽ ആ സമൂഹത്തിന്റെ ബാലൻസിങ് തെറ്റി. അവിടെ കലാപങ്ങളായി, സംഘർഷങ്ങളായി, അരക്ഷിതാവസ്ഥയായി, ജീവിതം ആകെ താറുമാറായി. ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു ബാലൻസിങ് ഉണ്ട്. അത് തെറ്റിയാൽ അവിടെ അരക്ഷിതാവസ്ഥയായി. ഒരു പ്രപഞ്ചത്തിനൊരു ബാലൻസിങ് ഉണ്ട്. ആ ബാലൻസിങ് നമ്മുടെ പ്രവർത്തനം കൊണ്ട് തകർന്നാൽ അവിടെ അരക്ഷിതാവസ്ഥയായി. അത് എവിടെയെങ്കിലും പഴുത്താൽ മതി, അതിന്റെ വിപരീത ഫലങ്ങൾ തുടങ്ങി. അതനുഭവിക്കന്നെ. പിന്നെ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള അറിവ് നേടണം അവന്. അതാണ് അറിവാണ് അതിൻ്റെയൊക്കെ കാരണം. അതാണ് നീ ഒരു ഉരുള അധികം കഴിച്ചാൽ അത് വേറെ ആരുടെയോ കുറവാണ് എന്ന് പറയുന്നത്. അതാണ്, നീ ഒരു ഉരുള അധികം കഴിച്ചാൽ, നിന്റെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു ഉരുള നീ അധികം കഴിക്കുന്നുവെങ്കിൽ അത് എവിടെയോ ഒരു കുറവ് വരും. അങ്ങനെ ഈ ലോകം അത്ര ക്രമമായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത് അല്ലാഹു. അത് എവിടെയോ ആർക്കെങ്കിലും ഒരു കുറവ് അവിടെ വരും. നിന്റെ ശരീരത്തിന്റെ ബാലൻസിങ് തെറ്റിക്കും. അത് കൃത്യമായി പോകണം, ആവശ്യത്തിൽ പോകണം. വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ ഒരു 50 ഗ്ലാസ് വെള്ളം കുടിക്കന്നെ മൂപ്പര ബ്ലാഡർ പൊട്ടി തരിപ്പെടും. ബാലൻസിങ് പോകും. അതിന്റെ ആവശ്യത്തിന് വെള്ളം, ജലം, അതൊക്കെ ഒരു ബാലൻസ്, ഒരു മീസാന് വെച്ചിട്ടാണ്. എല്ലാം ഒരു സന്തുലിതമായ കൃത്യമായ കണക്കാണത്. ആ കൃത്യമായ കണക്കിന് പോകാൻ പാടില്ല. അതാണ് അതിന്റെ ബാലൻസിങ് ആണ്, എല്ലാം മീസാൻ. അതൊക്കെ മാനവികതയാണ്. അതൊക്കെ ഈ ഖുർആനിന്റെ മാനവികമായ കാഴ്ചപ്പാട് ആണ്. ഇതൊക്കെ തന്നെ പറയേണ്ടത്. ഇതന്നല്ലാതെ ഇനി എന്താ പറയേണ്ടത്? അല്ലേ? ഖുർആന് തന്നെ പറയാനുണ്ട്. ഇവര് പറയും എപ്പോഴും മാഷ് ഈ അറിവ്, സ്നേഹം, കാരുണ്യ, ദയ, വിട്ടുവീഴ്ച, മനുഷ്യത്വം, ഇതന്നെയല്ലേ പറയേണ്ടത്. ഏത് പ്രശ്നത്തിന് ഞാനിനി മറ്റേ 260-ാം വകുപ്പ് പറയണോ? അതല്ല ഒരു മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം. അതായിരുന്നു പ്രശ്നമെങ്കിൽ ഈ 600 കൊല്ലം അല്ലെങ്കിൽ 70 കൊല്ലവും 80 കൊല്ലവും ആ ജനത പുരോഗതിയിൽ കഴിയേണ്ടതായിരുന്നില്ലേ? അപ്പോൾ അടിസ്ഥാന പ്രശ്നം അതൊന്നുമല്ല. ആ വകുപ്പുള്ളതോ ഇല്ലാത്തതോ അല്ല. ഒരു മനുഷ്യന്റെ വിൽ പവർ, ഇച്ഛാശക്തി, അവന്റെ ബുദ്ധി, അവന്റെ അറിവ്, അവന്റെ അന്വേഷണം, അവന്റെ കണ്ടെത്തൽ, അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള അവന്റെ ബോധം, ആ ബോധതലത്തിന്റെ ഉയർച്ച, ഇതൊക്കെ തന്നെ പ്രശ്നം. അതൊക്കെ തന്നെ ഖുർആന് പറയാനുള്ളത്. മാനവികമാണ് ഖുർആന് പറയാനുള്ളത്. പെണ്ണിനെയോ ആണിനെയോ വ്യക്തികളെയോ രാജ്യത്തെയോ, ഇതൊക്കെ രാജ്യം ഉണ്ടാക്കിയ പരിമിതികളാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ആ രാജ്യം, ബംഗ്ലാദേശ്, അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്പ്, ഇതൊക്കെ ആര് വിഭജിച്ചതാ? ഇതൊക്കെ നമ്മൾ വിഭജിച്ചതാ. മനുഷ്യന്മാരുണ്ടാക്കിയ വിഭജനങ്ങളാ. ഇതൊന്നും മാനവികമല്ല. അങ്ങനെ വിഭജിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രത്യാഘാതങ്ങൾ അനുഭവിക്കണമുണ്ട്. പ്രകൃതി തന്നെ അതിന്റെ സ്വാഭാവികമായ വിഭജനങ്ങള്, അതിർത്തികൾ നിശ്ചയിക്കുന്നുണ്ട്.
കടല്, മല, സമുദ്രം, നദി. അതിപ്പോ കുറച്ചു കാലം ഈ നദി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ആ നദി കാണൂല കുറച്ചു കാലം. പ്രകൃതി തന്നെ അതിന്റെ അതിരുകൾ നിശ്ചയിക്കുക എന്നല്ലാതെ നമ്മൾ അതിരുകൾ നിശ്ചയിച്ച് പരിധികൾ നിശ്ചയിച്ച് നമ്മൾ എന്റേത് എന്ന് മാത്രം എന്നിലേക്ക് ചുരുങ്ങുമ്പോൾ അവിടെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അത് അനുഭവിക്കേണ്ടി വരും. അതൊന്നും ഖുർആനിന്റെ ചർച്ചയല്ല. നിരവധി കാര്യങ്ങൾ. അപ്പൊ ഇനി ചോദിച്ചത് ഇനിയും പറയാനുണ്ട്. അതിൽ രണ്ട് കാര്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പറയാതെ വിട്ടുള്ളത്. ഒന്ന് യജൂജും മഅജൂജും ഒരു സൂചന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വെച്ചൊരു സൂചന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തീരെ പറയാത്തത് അനന്തരാവകാശമാണ്. അതിൽ കുറച്ചും കൂടി നമുക്ക് പഠിക്കാൻ ഇനി കുറച്ചും കൂടി ഉണ്ട്. അതിനുശേഷം ഞാൻ പറയുന്നതായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വമാ അക്കല സബ്. സബ് എന്ന് പറഞ്ഞാൽ 7 മേഖലയാണ്. പ്രവാചകന്മാരുടെ 7 മേഖലകളാണ് അത്. അത് പറയാം, 7 അറിവിന്റെ മേഖലയാണ്, സബീലുകളാണത്. 7 അറിവിന്റെ മേഖലകളാണത്. 7 പ്രവാചകന്മാരുടെ സബ്. അത് 7 അതായത് പരിധിയില്ലാത്ത അറിവിന്റെ മേഖല. പരിധി വെച്ചാൽ അബസയായി, പരിധി ഇല്ലെങ്കിൽ സബുവായി. അതിന്റെ ഇസ്രാഫ് പാടില്ലാന്ന് അത് എന്റെ വിഷയത്തിൽ വരേണ്ടതായിരുന്നത്. അത് ഞാൻ ഇപ്പോൾ പറയാം. ഇസ്രാഫ് പാടില്ല. പ്രകൃതി നിയമങ്ങളെ ഇസ്രാഫായതാണ് ഈ ലോകമൊക്കെ പ്രശ്നം. അതിര് വിട്ടതാണ് പ്രശ്നം. ഒന്നിന്റെയും അതിര് വിടാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അതിര് വിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. പ്രകൃതി നിയമങ്ങളിലും ഒരു പരിധിയുണ്ട്, അതിരുണ്ട്.